യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് പണ്ടേ നമ്മൾ നടപ്പാക്കേണ്ടതായിരുന്നു. നമ്മുടെ ഭരണഘടനയിൽ പണ്ടേ തന്നെ എഴുതി വെച്ചിരുന്ന ഒരു കാര്യത്തിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു സംസ്ഥാനം ശ്രമിക്കുന്നതിന് ഇത്രത്തോളം കാലതാമസം ഉണ്ടായി എന്നത് സത്യത്തിൽ ഒരു നാണക്കേട് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം വളരെ പുരുഷാധിപത്യമുള്ള ഒരു സൊസൈറ്റിയാണ്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യക്ഷത്തിൽ അത് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ സോഷ്യലി ട്രഡീഷണലി സ്ത്രീ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീക്ക് പുരുഷനെ ഡിവോഴ്സ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിലവിലാണെങ്കിലുമുള്ള പല നിയമങ്ങളിൽ നിന്ന് ഗോത്ര വിഭാഗങ്ങൾ എക്സംപ്റ്റഡ് ആണ്. SC വിഭാഗമില്ല, ST വിഭാഗം, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗം അതിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അതിന് സാമൂഹ്യമായിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട്. നിലവിലുള്ള അവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഗോത്രത്തിൻ്റെ തനത് സ്വഭാവം പരിരക്ഷിക്കപ്പെടണം എന്ന രീതിയിലത്തേക്കുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിൻ്റെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു നിലപാടുണ്ട്.